സ്വന്തം പിതാവും തന്നോട് കൂടെയുള്ള മറ്റ് 250-ലധികം ആളുകളും ഒന്നിച്ച് ഭൂമി വിളർന്ന് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് കണ്ട തലമുറകൾ ഞങ്ങൾക്കും അങ്ങനെ ഭവിക്കുമെന്നല്ല പറഞ്ഞത്, ഈ ദൈവം എന്നും എന്നേക്ക് ഞങ്ങളുടെ ദൈവമാകുന്നു എന്ന് പാടിയ ഭക്തന്മാർ ദൈവം വസിക്കുന്ന പർവ്വതത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വേദഭാഗമാണ് നമ്മളിവിടെ ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിപ്പാനിടയായി തീർന്നത്. നമ്മുടെ ദൈവത്തിൻ്റെ നഗരത്തിൽ, അവൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു. ആരാധനയ്ക്ക് നമ്മുടെ ദൈവത്തെ പോലെ യോഗ്യനായ മറ്റൊരു ദൈവം ഇല്ല. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഈ ദൈവത്തിൻ്റെ നഗരമെന്നൊക്കെ പറയുമ്പോൾ യെരൂശലേമിലൊരു വലിയ പഴഞ്ചൊല്ല് അക്കാലത്ത് നിലനിന്നിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 46-ാമത്തെ വാക്യം. അതൊരു പഴഞ്ചൊല്ലാണ്. നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞു. പഴയ കാലത്ത് പഴഞ്ചൊല്ലികൾക്ക് എബ്രായരുടെ ഇടയിൽ, യഹൂദന്മാരുടെ ഇടയിൽ ഭയങ്കര സ്വാധീനമുണ്ടായിരുന്ന ഒരു കാലഘട്ടം. ചില പഴഞ്ചൊല്ലൊക്കെ നമുക്കിന്നും അത് പല നിലകളിൽ പ്രയോജനമാണ്. യെഹെസ്കേൽ 16:44 പറയുന്നു, യഥാ മാതാ തഥാ പുത്രി എന്ന് എഴുതിയിരിക്കുന്ന ഒരു പഴഞ്ചൊല്ല് നമുക്ക് കാണാൻ കഴിയും. യിരെമ്യാവിൻ്റെ പുസ്തകത്തിലും അതുപോലെ തന്നെ ഈ 31:29 പിതാക്കന്മാർ പച്ചമുന്തിരിങ്ങ തിന്നാൽ മക്കളുടെ പല്ല് പുളിക്കുമോ എന്ന് ചോദിക്കും. അതൊന്ന് വായിച്ചു തരാം, 2 വാക്യങ്ങൾ. യെഹെസ്കേൽ 16:44. യിരെമ്യാവ് 31:29. അപ്പം ഇങ്ങനെ ഒത്തിരി പഴഞ്ചൊല്ലുകൾ യഹൂദന്മാരുടെ ഇടയിൽ പ്രാബല്യത്തിലുണ്ടായിരുന്നു. അത് ചിലതൊക്കെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് എടുത്തുദ്ധരിച്ച് ഇസ്രായേലിനോട് പ്രസംഗിച്ചിട്ടുണ്ട്. നമ്മുടെ വിഷയം അതൊന്നുമല്ലാത്തത് കൊണ്ട് ദൈവത്തിൻ്റെ നഗരത്തിൽ, അവൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ ദൈവം വലിയവനാണ് എന്ന വിഷയത്തിലേക്ക് നമ്മൾ ചിന്ത തിരിക്കുമ്പോൾ, യേശുക്രിസ്തു ജനിച്ച സ്ഥലം ബേത്ലഹേമാണെങ്കിലും യേശുക്രിസ്തു വളർന്നത് നസ്രേത്ത് എന്ന സ്ഥലത്താണ്. അതുകൊണ്ട് യേശുവിനൊരു പേര് കിട്ടി, നസ്രായൻ. അക്കാലത്ത് അവർ അനേകരുടെ സൗഖ്യത്തിന് ഉപയോഗിച്ച നാമമാണ് നസ്രായൻ്റെ നാമം. എല്ലാവരും പറഞ്ഞേ. എല്ലാവരും പറഞ്ഞില്ല. അത് ചുമ്മാതാണെങ്കിലും പറഞ്ഞാൽ നിൻ്റെ ഗതികേട് മാറും. ഇന്ന് പകൽ ചുമ്മാ അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ട് ഏറ്റുപദേശിയെ പോലെ പറഞ്ഞാലും നസ്രായൻ്റെ നാമം എന്ന് നീ പറഞ്ഞാലേ നിൻ്റെ ഒരു 100 കെട്ടം കഴിഞ്ഞു പോകും. അതുകൊണ്ട് പറയാൻ കൊള്ളാവുന്ന നല്ല നാമമാണ് നസ്രായൻ്റെ നാമം. കരമടിച്ച് എല്ലാവരും ദൈവത്തിന് സ്തുതിച്ച്. ഉലകത്തിൽ പറയാൻ കൊള്ളാവുന്ന ഏറ്റവും നല്ല നാമമാണ് നസ്രയനായ യേശുവിൻ്റെ നാമം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് 2006 ദൈവം ഒരവസരം ഈ നസ്രയത്തൊക്കെ കാണാനായിട്ട് തന്നു. അപ്പം നസ്രയത്തിൽ മറിയ പാർത്ത ഭവനമെന്ന് പറയുന്ന ഒരു ഭവനം പുരാവസ്തു ഗവേഷകരിങ്ങനെ മാന്തി കണ്ടെടുത്തൊക്കെ വെച്ചിട്ടുണ്ട്. അത് മുഴുവന് ഈ കളിമണ്ണും ചുണ്ണാമ്പും കൊണ്ടുണ്ടാക്കിയ, ചുണ്ണാമ്പ് കല്ല് കൊണ്ടുണ്ടാക്കിയ ഒരു കൊച്ചു വീടാണ്. ഒരു ദൂതനിറങ്ങി നിൽക്കാനുള്ള സൗകര്യമൊന്നും അതിനകത്തില്ല. വളരെ ചുരുങ്ങിയ ഈ 40 പട്ടണങ്ങൾ അവിടെ ഉള്ളതിൽ ആരും പരിഗണിക്കാത്ത ഗ്രാമവാസികൾ മാത്രം, കുറേ ആട്ടിടയന്മാരും പിന്നെ 5-6 ആശാരിമാരും ഒക്കെ താമസിക്കുന്ന ഒരു കൊച്ചു സ്ഥലമാണ് നസ്രയത്ത്. എൻ്റെ കൂടെ ഒന്ന് വരണേ. അപ്പോൾ ഈ നസ്രയത്ത് ഭരണകാര്യങ്ങളൊന്നും വലിയ നല്ല റോഡോ നല്ല വീടോ അങ്ങനൊന്നുമില്ലാതെ ശലോമോൻ്റെ കാലത്തോ ദാവീദിൻ്റെ കാലത്തോ രഹബയാവിൻ്റെ കാലത്തോ ഒന്നും പരിഗണിക്കപ്പെടാത്ത ഒരു സ്ഥലമാണേത് നസ്രയത്ത്. അപ്പം ഈ നസ്രയത്തിൻ്റെ സ്ഥിതി കണ്ടിട്ടൊരു പഴഞ്ചൊല്ലുണ്ടായി, നസ്രയത്തിൽ നിന്ന് ഒരു നന്മ ഉണ്ടാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ലോകത്തിലെ സകല നന്മകളുടെ ഉറവിടം യേശുവാണ്.
ഒരു നന്മയും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞിടത്താണ് നന്മയുടെ ഉറവിടമായ യേശു വളർന്ന. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ വളരെ പ്രാർത്ഥിച്ച് സ്തുതിക്കണം. ലോകം നിന്റെ ഇന്നത്തെ സാഹചര്യങ്ങൾ കണ്ടിട്ട് ഒരു ഗതിയും പരഗതിയും വരത്തില്ലെന്ന് പറഞ്ഞ് ഒരു പക്ഷെങ്കിൽ പഴഞ്ചൊല്ല് വരെ ഉണ്ടാക്കിയേക്കാം. പക്ഷെങ്കിൽ ആ വീടിനകത്ത് ദൂതനിറങ്ങി. ജനിച്ചത് ബെത്ലഹേമിലാണെങ്കിലും ദൈവത്തിൻ്റെ പ്രധാന ദൂതൻ ഇറങ്ങിയത് ഈ ചുണ്ണാമ്പ് കല്ലുകൊണ്ട് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു തച്ചൻ്റെ വീടിനകത്താണ് ഇറങ്ങിയത്. അവിടെ ഇറങ്ങിയ മറിയെ വിളിച്ചത്, കൃപ ലഭിച്ചവളേ നിനക്ക് വന്ദനം എന്ന് ദൈവത്തിൻ്റെ ആ വലിയ വന്ദനമുണ്ടായ സ്ഥലമാണ് ഈ നസ്രത്തിലെ വീട്. ഇന്ന് രാവിലെ ഞാൻ ഈ ദൂതിലേക്ക് തുടങ്ങുമ്പോൾ എഴുതി തള്ളി സാധ്യതയില്ലെന്ന് രാജാക്കന്മാരും ഭരണകർത്താക്കളും സമൂഹവും സമുദായവും എല്ലാം പറഞ്ഞിടത്തേക്ക് ഒരു പ്രാർത്ഥിക്കുന്ന സ്ത്രീക്ക് വേണ്ടി ദൂതൻ ഇറങ്ങിയെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ ദൂത് പറയുമ്പോൾ നിന്റെ കൂടാരത്തിൻ്റെ സാഹചര്യങ്ങൾ നോക്കിയല്ല, പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു വലിയ ദൈവമുണ്ട്. ദൈവം തന്റെ വിശുദ്ധ മന്ദിരത്തിൽ ഇന്ന് രാവിലെ സുസ്ഥിര. ഹല്ലേലൂയ. ഇത് നിരവധി പ്രവചനങ്ങളുടെ ഒരു നിവർത്തിയായിരുന്നു യേശു ക്രിസ്തുവിന്റെ ജനനം. 61-ാം അധ്യായം യെശയ്യാ പ്രവചനം 1 മുതൽ 3 വരെ വായിക്കുമ്പോൾ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായം. മോനെ ജോയിലെ പുതിയ നിയമത്തിലല്ല, യെശയ്യാ പ്രവചനം പഴയ നിയമത്തില. ഒരു നന്മയും വരത്തില്ലെന്ന് പറഞ്ഞിടത്തു നിന്നാണ് എളിയവരോട് സത്വർത്തമാനം ഘോഷിപ്പാനുള്ളവനെ ദൈവം അഭിഷേകം ചെയ്ത് പുറത്തു കൊണ്ടുവന്നേ. നമ്മൾ മറ്റൊരു ചിന്തയിലേക്ക് നീങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സും എൻ്റെ കൂടെ വരണം. സ്തോത്രം. ഇവിടുത്തെ പഴഞ്ചൊല്ല് ആരും മറക്കല്ല. എന്താ പഴഞ്ചൊല്ല്? നസ്രത്തിൽ നിന്ന് ഒരു നന്മയും വരത്തില്ല. നമ്മുടെ റാന്നിക്കാരുടെ ഭാഷയിൽ ഒരു ഗതിയും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞിടത്തുനിന്ന് എളിയവരോട് സത്വർത്തമാനം പറയാൻ അഭിഷേകം ചെയ്ത ഒരുത്തനെ പുറത്തു കൊണ്ടിരിക്കുക. ഒന്ന് വായിച്ചോ. ഒന്ന്, ഒരു നന്മയും വരത്തില്ലെന്ന് പറഞ്ഞിടത്തുനിന്ന് ജനിച്ചവൻ ഹൃദയം തകർന്നവരുടെ. ഇന്ന് പകൽ ഈ മെസ്സേജ് പറയും മുമ്പ് ഞാൻ പറയുകയാണ്, പുറമെ ആര് കാണുന്നില്ലെങ്കിലും ഹൃദയം തകർന്ന ചിലർ ആരാധനയ്ക്കകത്തുണ്ട്. നീ വിഷമിക്കണ്ട. ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തിൽ കൂടെ പറയുന്നു, നിന്റെ തകർന്ന ഹൃദയത്തെ ദൈവം ഇന്ന് രാവിലെ പണിയുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രമേ ദൈവത്തെ സ്തുതിക്കാവുള്ളൂ. തകർന്ന ഹൃദയത്തെ ഒന്ന് വായിച്ചോ. മുറിവ് കെട്ടുവാൻ. അപ്പോൾ തകർന്നെന്ന് മാത്രമല്ല, അകത്ത് എന്തോ ഉണ്ട്? മുറിവുണ്ട്. അല്ലെങ്കിൽ നമുക്കൊന്നും പുറമേ കാണാനൊക്കത്തില്ല, പക്ഷെ അകത്ത് മുറിവുണ്ട്. ആ തകർന്നിരിക്കുന്ന ഹൃദയമാണ്, അകത്ത് മുറിവുണ്ട്. ആ മുറിവ് കെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാനും യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ആശ്വസിപ്പിക്കുവാനും സിയോനിലെ ദുഃഖിതന്മാർക്ക്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണേ. വായിച്ചപ്പോൾ നമുക്ക് സഭയ്ക്കകത്ത് ആരുണ്ട്? ദുഃഖിത. സിയോൻ എന്ന് പറയുന്നത് കർത്താവിൻ്റെ സഭയാണ്. ഈ സിയോനിലും വന്നവരെ ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷം മുഴക്കേണ്ടിയവരാ. പക്ഷെ ആത്മാ പറയാണ് സിയോനിലെ ദുഃഖിതന്മാര്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ എത്ര പേര് രാവിലെ ഞാൻ ഈ മെസ്സേജ് പറയും മുമ്പേ വിശ്വസിക്കുന്നുണ്ട്, സിയോനിലെ ദുഃഖിതന്മാർക്ക്? ഹല്ലേലൂയ. പുറമേ ആരാധനയ്ക്ക് വന്നിരിക്കുന്നെങ്കിലും അകത്തെ ദുഃഖം അടുത്തിരിക്കുന്നവർ പോലും അറിയില്ലെന്ന് വിചാരിച്ച് ഇരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നിന്നോട് ആത്മാ പറയുന്നു, യേശുവിൻ്റെ ജനനം നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന പഴഞ്ചൊല്ലുണ്ടാക്കിയെടുത്ത് ഒരുത്തൻ ജനിച്ചു. അവൻ പറയുകയാണ്, തടവുകാർ
ബദ്ധന്മാർക്ക് വിടുതല്. ഹല്ലേലൂയ. കയറില്ലാതെ കെട്ടിയേക്കുന്ന ചിലരുണ്ട് കേട്ടോ. ഹല്ലേലൂയ. കെട്ടപ്പെട്ട കഴുതക്കുട്ടിയുടെ കൂടെ ഒരു കഴുതക്കുട്ടിയുണ്ട്. കെട്ടപ്പെട്ട കഴുതയുടെ കൂടെ ഒരു കഴുതക്കുട്ടി ഉണ്ട് കേട്ടോ. അതിനെ കെട്ടണ്ട. പശുവിനെ കെട്ടിയാൽ കിടാവിനെ ആരും കെട്ടുവൊന്നും വേണ്ട. ആടിനെ കെട്ടിയാൽ ആട്ടുംകുട്ടി ആരും കെട്ടണ്ട. പക്ഷെ തള്ളയാടിൻ്റെ അടുക്കൽ നിന്ന് കുട്ടിയാട് പോകത്തില്ല. അതുപോലെ കയറില്ലാതെ കെട്ടിയേക്കുന്ന ചിലരൊക്കെ ഉണ്ട്. ഏതോ മരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ വട്ടം കറങ്ങി ഏതോ കൂടാരത്തിനകത്ത് ഒരു ഉൾമുറിക്കകത്തോ ഒരു വരാന്ത കൊണ്ടോ കയറി ഇറങ്ങി ഇരുന്നും നടന്നും ഒക്കെ ജീവിതം കഴിക്കുകയാ. ആരൊക്കെയോ നിന്നെ തടഞ്ഞു വെച്ചിരിക്കുക. ഇന്ന് രാവിലെ ആത്മാ പറയുന്നു, നിന്റെ തടവറകളെ പുറത്തിറങ്ങാൻ കഴിയാതെ, ആരാധിക്കാൻ കഴിയാതെ, ഉയരാൻ കഴിയാതെ വെച്ചിരുന്ന തടവറകളെ ഇന്ന് രാവിലെ എന്റെ ദൈവം അഴിക്കാൻ പോകുകയാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കിടക്കുന്നവര് ആ വീട്ടിലെ ഏതെങ്കിലും ഒരു ജീവിതത്തെ ചുറ്റിപ്പറ്റിയായിരിക്കും. അവരിപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ പാസ്റ്ററെ കൊത്തിക്കൊണ്ട് പറക്കാനും വയ്യ, ഇട്ടേച്ച് പോകാനും വയ്യ, അതുകൊണ്ട് എനിക്കൊരു കൂട്ടായ്മയ്ക്ക് പോയാൽ കൊള്ളാമെന്നുണ്ട്, ഒരിടയോഗത്തിൽ പങ്കെടുത്താൽ കൊള്ളാമെന്നുണ്ട്, ഒരാരാധനയ്ക്ക് വന്നാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷെ കയറില്ലാതെ കെട്ടിയിട്ടിരിക്കുക. അവരോട് നസറേത്തിൽ നിന്നൊരു ശബ്ദം, തടവിലുള്ളവരെ, ഹലോ, നിന്നെ ഏതോ ചില മണ്ഡലങ്ങളിൽ കയറില്ലാതെ ബന്ധിച്ചിട്ടിരിക്കുന്ന, ഒന്നിനും പോകാൻ കഴിയാതെ നിന്നെ തടഞ്ഞു വെച്ചിരിക്കുന്ന മണ്ഡലങ്ങളിൽ ശക്തമായി ദൈവം ചില ജീവിതങ്ങളെ തൊട്ടിടപെടുകയാ. അത് ഭവനത്തിലാകട്ടെ, ലൈവിലാകട്ടെ, ഇവിടെയാകട്ടെ, ചില തടവറകളെ ദൈവം ഇന്ന് പകൽക്കാലം പൊളിച്ചു മാറ്റാൻ പോകുകയാ. ചില പഴഞ്ചൊല്ലുകളെ ദൈവം ഇന്ന് പകൽ മാറ്റുവാൻ പോകുകയാ. ഹല്ലേലൂയ. ഇതൊരു 6 നൂറ്റാണ്ടുകൾക്ക് മുമ്പേ യെശയ്യാവ് എഴുതിയെങ്കിലും യേശുക്രിസ്തു 30ാമത്തെ വയസ്സിൽ നസറേത്തിലെ ഗ്രാമത്തിലെ, ഇത് വായിച്ച 4-ാം അധ്യായം ലൂക്കോസ് 16 മുതൽ, അവൻ വളർന്ന നസറേത്തിൽ വന്നു. ജനിച്ചത് ദാവീദിന്റെ നഗരമായ ബേത്ലഹേമിലാണെങ്കിലും പ്രസംഗിച്ചു തുടങ്ങിയത് നസറേത്തിലാണ്. ചില പഴങ്കഥകളെയും ചില കടങ്കഥകളെയും ചില പാരമ്പര്യങ്ങളെയും വെട്ടാൻ യേശു ആദ്യമായിട്ട് തിരുവെഴുത്ത് തുറന്നങ്ങോട്ട് വായിക്കുക. ജനം കേക്കെ. എന്താ വായിച്ചത്? അവൻ നസറേത്തിൽ വളർന്ന ഗ്രാമത്തിൽ വന്നു. ശബത്തിൽ തൻ്റെ പതിവ് പോലെ. എൻ്റെ കുഞ്ഞെ, നിന്നെ ചെല്ലക്കാട്ടൂന്ന് അങ്ങ് ചെങ്ങമനാട്ട് കൊണ്ടിട്ടല്ല അനുഗ്രഹിക്കുന്നത്. ഹലോ, എവിടെയാണോ നിന്നെക്കുറിച്ച് ദുഷ്ടം പഴഞ്ചൊല്ലുണ്ടാക്കിയേ, നീ ഉയരത്തില്ല, വളരത്തില്ല, തടവറ വിടത്തില്ലെന്നൊക്കെ എവിടെയാ പഴഞ്ചൊല്ല്? ആ ഗ്രാമത്തിൽ യേശു വന്നെങ്കിൽ ഇന്ന് രാവിലെ ആ ഭവനത്തിൽ യേശു വന്നിട്ട്, ആ ഗ്രാമത്തിൽ യേശു വന്നിട്ട് ഈ തിരുവെഴുത്ത് തുറന്നു. ഒന്നുകൂടെ വായിച്ചു കേൾപ്പിക്കുന്ന, അവൻ വളർന്ന നസറേത്തിലെ വന്നു. എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി 61-ാം അധ്യായം 1 മുതൽ അവൻ വായിച്ചു കേൾപ്പിച്ചു. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അവന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിപ്പയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്നെഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. പിന്നെ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരുടെ കയ്യിൽ തിരികെ കൊടുത്തു. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞു. ഇന്ന് നിങ്ങൾ എൻ്റെ വചനം കേൾക്കയിൽ. ഇന്ന് രാവിലെ ചില തിരുവെഴുത്തുകൾക്ക് നിന്നോടുള്ള ബന്ധത്തിൽ, നിന്റെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ, നിന്റെ തലമുറയോടുള്ള ബന്ധം നിവർത്തി വരുമെന്ന്
ഹല്ലേലൂയ. വായിച്ചും പ്രസംഗിച്ചും പോയാ പോരാ, കേട്ടിട്ട് പോയാ പോരാ. ചില തിരുവെഴുത്തുകൾക്ക് ഇന്ന് പകൽ നിവർത്തി വരുമെന്ന്, ചില വാഗ്ദത്ത വചനങ്ങൾക്ക് നിവർത്തി വരുമെന്ന്. ഓ, ഞാൻ ദൈവത്തെ ഇന്ന് രാവിലെ സ്തുതിക്കുകയാണ്. അല്ലെ, വിശ്വസിക്കുന്നവരെ ആരാധിക്കാവൂ. ഇന്ന് നിങ്ങൾ കേട്ട ഈ തിരുവെഴുത്തിന് നിവർത്തി വന്നിരിക്കുന്നു. പള്ളിയിലുള്ള പകുതി പേരുടെ കണ്ണ് അവങ്കൽ പതിഞ്ഞെന്നാണോ? അല്ല. ഇന്ന് രാവിലെ അനുഗ്രഹം വേണേൽ എല്ലാ കണ്ണും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ രാവിലെ ആരാധനയ്ക്ക് വന്നിട്ട് നിന്റെ ശ്രദ്ധ ഏതിനകത്താ? ഫാനിൻ്റെ കാറ്റാണോ? കുഞ്ഞിൻ്റെ നിലവിളിയാണോ? അതോ റൂമിൽ കൊണ്ട് വെച്ചേക്കുന്ന ബിസ്ക്കറ്റാണോ? ഹലോ, അതോ മൊബൈലിൽ വരുന്ന ലൈവിനകത്ത് എത്ര പേരെന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണോ? അനുഗ്രഹം വേണോ? പാസ്റ്ററുടെ മുഖത്ത് നോക്കിയിട്ട് കാര്യമില്ല, ഗസ്റ്റ് പാസ്റ്ററെ നോക്കിയിട്ട് കാര്യമില്ല, ആലയത്തിൻ്റെ സൗന്ദര്യം കണ്ട് കാര്യമില്ല. കണ്ണിന്ന് എവിടെ പതിയണം? ആലയത്തിലുള്ള മുഴുവൻ പേരുടെ കണ്ണും അവങ്കൽ പതിഞ്ഞു. അവങ്കൽ കണ്ണ് പതിഞ്ഞാൽ നിന്റെ അനുഗ്രഹം ഉറപ്പാ, നിന്റെ വിടുതൽ ഉറപ്പാ. അവൻ പതിവ് പോലെ ആലയത്തിൽ വന്നു. കൈ വരണ്ട ഒരു മനുഷ്യന്റെ മേൽ അവന്റെ കണ്ണ് പതിഞ്ഞു. ആ ക്ഷണത്തിൽ അവന്റെ കൈയുടെ വളർച്ച മാറി. അവൻ പതിവ് പോലെ ആലയത്തിൽ വന്നു. കൂനയായ ഒരു സ്ത്രീയുടെ മേൽ അവന്റെ കണ്ണ് പതിഞ്ഞു. ക്ഷണത്തിൽ അവൾ സൗഖ്യമായി. പ്രൈസ് ദി ലോർഡ്. അവൻ പതിവ് പോലെ ബെഥസ്ദാ കുളത്തിന്റെ കരയിലൂടെ പോകുമ്പോൾ 38 വർഷമായ ഒരു മനുഷ്യന്റെ മേൽ അവന്റെ കണ്ണ് പതിഞ്ഞു. ആ ക്ഷണത്തിൽ അവന് വിടുതല. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മേൽ അവന്റെ കണ്ണ് പതിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ വർഷങ്ങളുടെ പഴക്കം നീ നോക്കണ്ട, വിടുതൽ നിശ്ചയമായിട്ട് ഉറപ്പാണ്. ആലയത്തിൽ വന്ന മുഴുവൻ പേരുടെയും കണ്ണ് അവങ്കൽ പണിതു. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒന്ന് നോക്കിക്കേ, യേശുവിനെ ഒന്ന് നോക്കിക്കേ. നിന്റെ കണ്ണ് അവങ്കലൊന്ന് പതിയട്ടെ. ഹല്ലേലൂയ. ആലയത്തിൽ വന്ന മുഴുവൻ പേരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞു. എപ്പോൾ? അവനെ കുറിച്ച് 6 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചനാത്മാവിൽ യെശയ്യാവ് എഴുതിയ പ്രവചനം വായിച്ചു കേൾപ്പിച്ചപ്പോൾ, വചനം കേട്ടപ്പോൾ, സാക്ഷാൽ വചനമായവന്റെ മുഖത്തേക്ക് എല്ലാവരുടെയും കണ്ണു പതിഞ്ഞു. യേശു പറഞ്ഞു, നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. ഒരു നല്ല ഹല്ലേലൂയ പറയണം. വചനം കേട്ടിട്ട് യേശുവിലേക്ക് നോക്കുന്നവരാരോ അവരിന്ന് പകൽക്കാലം ഭാഗ്യമുള്ളവരാ. നിന്റെ വിടുതൽ ഇന്ന് പകൽ നിശ്ചയമായി. ഏത് തടവറയിലായാലും, ഏത് ബന്ധനത്തിലായാലും, ഏത് മാനസിക പീഡയുള്ള വ്യക്തിയായാലും ആത്മാവ് ഇങ്ങനെ വിളിച്ചു പറയുന്നു, നിന്റെ വിടുതൽ ഉറപ്പാ. യേശുവിലേക്ക് നീ ഇന്ന് രാവിലെ നോക്കാൻ തയ്യാറായാൽ ഈ ഫിലിപ്പോസ് ആണ് നഥനീയേലിനെ കണ്ട്. യോഹന്നാൻ 1:45 മുതൽ ഒന്ന് വായിച്ചത്. ആരെയാ കണ്ടേ? വചനത്തിൽ എഴുതിയവനെ കണ്ടു. എൻ്റെ കൂടെ വരണം. ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയവനെ കണ്ടെന്ന്. എഴുതിയവനെ രാവിലെ മെസ്സേജ് കേട്ടു പോകല്ലേ, എഴുതിയവനെ കാണണം. വചനത്തിൽ എഴുതിയവനെ കണ്ണുകൊണ്ട് നീ രാവിലെ കാണണം. മോശയുടെയും ന്യായപ്രമാണത്തിലെയും പ്രവാചക പുസ്തകങ്ങളിലും എഴുതിയിരുന്നവനെ ഞങ്ങൾ, ഫിലിപ്പോസ് ആരെ കണ്ടു? വചനത്തിൽ എഴുതിയ യേശുവിനെ കണ്ടു. എന്നിട്ട് വായിച്ചേ, അവൻ യോസഫിന്റെ പുത്രനായ യേശു എന്ന നസ്രയത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു. അപ്പൊ പഴഞ്ചൊല്ലി മറ്റോ പറയാ, വായിച്ചേ. നഥനയേൽ അവനോട് വരുമോ? ഹലോ, വല്ല നന്മയും വരുമോ? നന്മ വന്നോ? നസ്രയത്തുകാരനെ കുറിച്ച് കേട്ട് കണ്ടിട്ട് നന്മ വന്നോ?
വന്നവർ ഹല്ലേലൂയ പറയണം. വല്ല നന്മയും വന്നെങ്കിൽ അവൻ മൂലമല്ലാതെ ഒരു നന്മയില്ല. ഇന്ന് പകൽക്കാലം ഏതെങ്കിലും കൂടാരത്തിൽ, ഏതെങ്കിലും തലമുറയിൽ ഒരു ചെറിയ നന്മയെങ്കിലും വന്നെങ്കിൽ നിന്റെ സ്ഥിതി മാറ്റിയത് ഈ നന്മയാണ്. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽ പിന്നെയും പഴഞ്ചൊല്ല് ആവർത്തിച്ചിരിക്കരുത്. നീ പറ, എനിക്കുള്ള സകല നന്മകളുടെ ഉറവിടം എൻ്റെ വചനത്തിലെ യേശു മൂലം ലഭിച്ചതാ. വിശ്വസിക്കുന്നവർ ആരാധിക്കാൻ മടിക്കരുത്. നിന്റെ ഭവനത്തിൽ വെളിപ്പെട്ട, നിന്റെ തലമുറയിൽ വെളിപ്പെട്ട സകല നന്മകളുടെ ഉറവിടം എൻ്റെ യേശുവാ. ഒരു പച്ചപരമാർത്ഥിയായ മനുഷ്യനാണ് നദനീയൻ. നദനീയെ കണ്ടപ്പോൾ ഫിലിപ്പോസ് പറഞ്ഞത്, മോശയുടെ ന്യായപ്രമാണ പുസ്തകത്തിലും പ്രവാചക പുസ്തകങ്ങളിലും എഴുതിയിരിക്കുന്നവനെ ഞാൻ കണ്ടു. അതാരാണ്? യോസഫിൻ്റെ മകനായ യേശു എന്ന നസ്രയത്തുകാരനാണ്. ആ നസ്രയത്ത് എന്ന് പറഞ്ഞതാണ് ഈ നദനീയലിൻ്റെ പ്രശ്നം. യോസഫിൻ്റെ മകനായ യേശുവിനെ കണ്ടെന്ന് പറഞ്ഞാൽ അത്രയും പ്രശ്നം വരത്തില്ല. പക്ഷേ ഈ പഴഞ്ചൊല്ലി കിടക്കല്ലേ. അപ്പം അങ്ങനെ ഒരിടത്തുനിന്ന് ഒരു നന്മ വരാൻ യാതൊരു സാധ്യതയുമില്ല. പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഏതായാലും പോകാതെ ഇരുന്നിട്ടും വലിയ കാര്യമില്ല. എന്നാൽ പിന്നെ പോയേക്കാം എന്നും പറഞ്ഞ് നിൽക്കുന്നവരുടെ കാര്യമല്ലേ ഞാൻ ഈ പറഞ്ഞത്. ഇവനൊരു വലിയ വിഷയത്തിൻ്റെ മുമ്പിൽ നിൽക്കുക. ആര്? നദനീയല് ഏതാണ്ട് യേശു ക്രിസ്തുവിൻ്റെ സമകാലിക പ്രായമുള്ളവനാന്നാ പറയുന്നത്. യോഹന്നാനും, ഏത് യോഹന്നാൻ? യേശുവിൻ്റെ മാർബിടം ചാരിയ യോഹന്നാനും ഈ സുവിശേഷം എഴുതിയ യോഹന്നാനും ഈ നദനീയലും ഒക്കെ ഏറെക്കുറെ സെയിം പ്രായത്തിലുള്ളവരാണ്. ഇവൻ ഇത്രയും പ്രായമായിട്ടും യാതൊരു നന്മയും അവന് ഉണ്ടാകുന്നില്ല, അവൻ്റെ വീട്ടിലും ഉണ്ടാകുന്നില്ല. ഈ സ്ഥിതിയിൽ അവൻ ഈ പഴഞ്ചൊല്ല് കുറച്ചുകൂടെ അങ്ങ് വിശ്വസിച്ചു. ജനിച്ചേക്കുന്ന ഇവിടല്ലേ, താമസം ഇവിടല്ലേ, നസ്രയത്തിൽ താമസിക്കുന്നിടത്തോളം കാലം ഒരു നന്മയും വരാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഫിലിപ്പോസ് പറഞ്ഞ്, നന്മയെ ഞാൻ നേരിട്ട് കണ്ടു. ഒരു സ്തോത്രമാണ്. ഇന്ന് രാവിലെ വന്ന് എന്തെങ്കിലും കേട്ട് ചാരും പോകല്ലേ, കണ്ടിട്ടേ പോകാവുള്ളൂ. ഹല്ലേലൂയ. അവൻ്റെ ഹൃദയ പരമാർത്ഥത്തെ ചോദിച്ച വല്ല നന്മയും വരും. അവനെ കണ്ടപ്പോൾ യേശു വിളിക്കുക. എന്താ വിളിച്ചത്? ഓ ഹല്ലേലൂയ. ദൈവം ഇന്ന് രാവിലെ നോക്കുന്ന, കപടമില്ലാതെ ആരാധിക്കുന്ന ചെറിയ ദൈവം നോക്കുകയാണ്. മനസ്സിൽ കളങ്കമില്ലാതെ, കപടമില്ലാതെ ദൈവത്തെ ആരാധിക്കുന്ന ചിലരെ ദൈവം ഇന്ന് രാവിലെ നോക്കിക്കൊണ്ടിരിക്കുകയാ. അല്ല, നിന്നെ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ നിന്റെ സ്ഥിതി മുഴുവൻ അവനോട് പറയാണ്. നദനീയർ ചോദിക്കുകയാണ്, നീ എവിടെ വെച്ചാ എന്നെ അറിയുന്നത്? യേശു പറഞ്ഞ മറുപടി കേട്ടോ. ഞാനിവിടെ നേരത്തെ പ്രസംഗിച്ചിട്ടുണ്ട്. അത്തിയുടെ കീഴിരിക്കുന്ന കാര്യം എന്നാന്നൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ പലരും മറക്കുന്നവരാണ്ടൊന്ന് ഓർപ്പിച്ച് വിട്ടേക്കാം. യഹൂദൻ്റെ സിസ്റ്റം അനുസരിച്ച് 12ാമത്തെ വയസ്സിൽ ഇവനെ ആലയത്തിൽ കൊണ്ടുപോകും. അല്ല, അതിനു മുമ്പേ 8ാമത്തെ നാളിൽ കൊണ്ടുപോകും. 8ാമത്തെ നാളിൽ 2 പ്രധാന ദിവസങ്ങൾ, ഒന്ന് 8ാം നാൾ, പിന്നെ 12ാമത്തെ ദിവസം. 8ാം നാളിൽ കൊണ്ടുപോകുന്നത് പരിച്ഛേദന കഴിക്കാൻ. ആണാണെങ്കിൽ 40ാമത്തെ ദിവസം 2ാമത് കൊണ്ടുപോകണം, ശുദ്ധീകരണത്തിന്. അത് അമ്മയുടെ ശുദ്ധീകരണത്തിനാണ്. സ്തോത്രം. അത് കഴിഞ്ഞാൽ പിന്നെ മെയിനായിട്ട് വരുന്നത് ടീനേജ് അങ്ങോട്ട് തുടങ്ങുന്ന സമയത്ത് 12ാമത്തെ വയസ്സിൽ ഇവിടെ കൊണ്ടുവരും, ആലയത്തിൽ കൊണ്ടുവരും. ഈ 8ാം നാളിൽ കൊണ്ടുവരുന്നവനെ നേരെ തിരിച്ചു വീട്ടിൽ കൊണ്ടുവന്നിട്ട് അപ്പൻ അവന് വേണ്ടി മേടിച്ചു വെച്ച ഒരു അത്തിയുടെ തൈ മുറ്റത്ത് നട്ടുവെക്കും. സ്തോത്രം. ഈ നട്ടുവെച്ചിട്ട് ഈ മോന് പാല് കൊടുക്കുന്ന പോലെ അത്തിക്കും വെള്ളം ഒഴിക്കും. ആ മോനും വളരും, അത്തിയും വളരും. 12 വയസ്സാകുമ്പോൾ ആലയത്തിൽ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്ന് അത്തിയുടെ ചോട്ട് നിർത്തിയിട്ട് പറയും, മോനെ, നീ എന്നോട് ഇനിയും ചാടി കയറി വന്ന് എനിക്ക് ഹീറോയുടെ പേന വേണം, എനിക്ക് 350 cc ബുള്ളറ്റ് വേണം, എനിക്ക് ഐഫോണിൻ്റെ 15 വേണം എന്നൊന്നും പറഞ്ഞ് എന്നോട് വിഷയം ഉണ്ടാക്കല്. എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഈ അത്തിയുടെ ചുവട്ടിൽ പോയിരുന്ന് ദൈവത്തോട് എന്ത് ചെയ്യണം? 12ാമത്തെ വയസ്സിൽ പിള്ളേരെ ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിപ്പിക്കും. എല്ലാവരും ഇവിടെ ഉണ്ടോ? സ്തോത്രം. എന്നിട്ട് പറയും, മോനെ, ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവം തന്നെ ആശ്രയമായിരിക്കും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്തെങ്കിലും എന്നോട് വന്ന് വഴക്കുണ്ടാക്കി മേടിക്കല്, എല്ലാം ദൈവത്തോട് ചോദിച്ചെന്ത് ചെയ്യണം? മേടിക്കണം. ഒരു സ്തോത്രം പറഞ്ഞേ. അങ്ങനെ കുഞ്ഞുങ്ങളെ ആരെ ആശ്രയിക്കാൻ പഠിപ്പിക്കും? ദൈവത്തെ ആശ്രയിക്കാൻ. അങ്ങനെ അത്തിയുടെ ചോട്ടി പോയിരുന്നുണ്ട്. പുള്ളി ഒരു 18 വർഷമായി. 12 വയസ്സിൽ തുടങ്ങിയ പ്രാർത്ഥന 30 വയസ്സായിട്ടും പ്രാർത്ഥിക്കുന്നതല്ലാതെ കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇവൻ ഈ പഴഞ്ചൊല്ലി ശരിക്കും വിശ്വസിച്ചു. നസ്രയത്തിൽ നിന്ന് ഒരു നന്മയും വരത്തില്ല. പക്ഷേ ഇവൻ്റെ ഇടയ്ക്ക് ഫിലിപ്പോസ് എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് ചെന്നപ്പോൾ യേശു പറയാണ്, നീ അത്തിയുടെ ചോട്ടി ഇരുന്നില്ലേ? ഹലോ,
അപ്പൻ്റെ വാക്ക് കേട്ട് ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് കഴിഞ്ഞ 18 വർഷങ്ങൾ മുഴങ്കാലം അടക്കിയപ്പോഴൊക്കെ ഞാൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നിന്റെ ദീർഘക്ഷമയും നിന്റെ ആ ജീവിതത്തിൻ്റെ പ്രത്യാശയും നിന്റെ വിശ്വാസവും. ഇവന് വേണേൽ എണ്ണിച്ച് പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പക്ഷെ അപ്പൻ പറഞ്ഞേക്കുന്നത് എന്തേലും വേണേൽ ആരോട് ചോദിച്ചോണം. അവനെ നോക്കി ദൈവം പറഞ്ഞു, നീ സാക്ഷാൽ ഇസ്രായേലിനാ. കാരണം നിന്റെ ഹൃദയത്തിൽ എന്തില്ല? കപടമില്ല. ഒരു അല്ലേലി പറഞ്ഞേ, നന്മ വരുവാണെങ്കിൽ അപ്പൻ പറഞ്ഞതുപോലെ ദൈവത്തിൽ നിന്ന് വന്നാൽ മതിയെന്ന് പറഞ്ഞ് അവനെ അത്തിച്ചോട്ടി ഇങ്ങനെ ഇരിക്കുമ്പോൾ സ്വർഗം പറയുകയാണ്, പീലിപ്പോസ് നിന്നെ കാണുന്നതിന് മുമ്പേ നീ അങ്ങ് അത്തിയുടെ ചോട്ടിയിരിക്കുമ്പോൾ എൻ്റെ കണ്ണ് നിന്നെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരല്ലേലി ഇന്ന് രാവിലെ ആരും കണ്ടില്ലെന്നോർത്ത് വിഷമിക്കണ്ട. നിന്നെ കാണുന്ന 2 കണ്ണുകളുണ്ട് കേട്ടോ. ഒരല്ലേലിയെ പറയാൻ കഴിയുമോ? നീ അങ്ങ് അത്തിയുടെ കീഴിരുന്നപ്പോൾ അത് ഇനി ഞാൻ നിന്നോട് അടുത്തൊരു ദൂത് പറയാൻ പോകുകയാണ്. അതെന്താ വായിച്ചേ? അടുത്ത വാക്ക് അതാ ദൂത്. ഇന്നലെ നിന്നെ കണ്ടു, ഇപ്പോൾ നിന്നെ നേരിട്ട് ഞാൻ കണ്ടു. നീ എന്നെ കണ്ടതുകൊണ്ട് ഇതിൽ വലിയത് എത്ര പേര് രാവിലെ വിശ്വസിക്കുന്നുണ്ട്? കിട്ടിയതിനകത്തൊരു സംതൃപ്തിയും കൊണ്ട് ഇരിക്കാതെ ഇന്ന് പകൽ ദൈവാത്മാവ് ചിലരോട് പറയുന്നു, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചിലത് ദൈവം നിനക്ക് വെളിപ്പെടുത്താൻ പോകുകയാ. വിശ്വസിക്കുന്നവർ മാത്രമേ ദൈവത്തെ സ്തുതിക്കാവുള്ളൂ. ഇതിൽ വലിയത് ചേർന്ന് എത്ര പേര് ദൈവത്തെ ആരാധിക്കും? ഇതിൽ വലിയത് ചിലത് ദൈവം നിനക്ക് വെളിപ്പെടുത്താൻ പോകുകയാ. ഓ ഹല്ലേലൂയ. അപ്പോൾ ഇവൻ അവിടെ ഇരുന്നപ്പോൾ ചിന്തിച്ച ഭാഗം കൂടെ പറയാം. ഇവൻ അവിടെ നിന്ന് ചിന്തിച്ചത്, എൻ്റെ വല്യപ്പൻ യാക്കോബ് എന്നെപ്പോലെ ഒന്നുമില്ലാത്തവനായി വീട് വിട്ടിറങ്ങി ഓടുമ്പോൾ ഞാൻ ഈ അച്ചയുടെ ചോട്ടി കുത്തിപ്പിടിച്ചിരിക്കുന്ന എൻ്റെ കൂട്ടൊരു കുറ്റിക്കാട്ടി വന്ന് കിടന്നപ്പോൾ ആ മനുഷ്യന് വേണ്ടി ദൈവം ഒരു ഗോവേണി വഴി ഇറങ്ങുകയും കയറുകയും പാപികാലം സംബന്ധിച്ചുള്ള ദൂത് പറയുകയും ചെയ്തു. പക്ഷേ ഞാൻ വേണ്ടത് വർഷങ്ങളായിട്ട് കുത്തിപ്പിടിച്ചിരിക്കുക. എൻ്റെ അടുക്ക ഗോവേണിയും വരുന്നില്ല, കയറുന്നുമില്ല, ഇറങ്ങുന്നുമില്ല എന്നുള്ള ചിന്തയിലാണ് ഇവൻ ഭാരപ്പെട്ടിരുന്നിട്ട് പറഞ്ഞത്, ഒരു നന്മയും വരത്തില്ല. 21 നിർത്തി, 7 നിർത്തി, 40 നിർത്തി, 3 നിർത്തി. ഇനിയിപ്പോൾ ഉപവാസവും വേണ്ട, പ്രാർത്ഥനയും വേണ്ട, ആരാധനയ്ക്ക് പോകണോ വേണ്ട എന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ദൈവം പറയാണ്, നീ കണ്ടതിനെക്കാട്ടി വലിയത് ദൂതന്മാര് സ്വർഗത്തിൽ നിന്ന് ഒന്ന് വായിച്ചു വിട്ടുവാ. സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവദൂതന്മാര് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നിങ്ങൾ ഒരു അല്ലേലൂയ പറഞ്ഞേ. നിന്റെ വല്യപ്പൻ യാക്കോബിന് മാത്രമല്ല, നഥനയേലേ, എൻ്റെ അടുക്കൽ വന്ന നിന്റെ മുമ്പിൽ ഒരു വെളിപ്പാട് പറയാൻ പോകുകയാണ്. സ്വർഗം തുറന്നിരിക്കുന്നു, പിതാവിൻ്റെ വലഭാഗത്ത് പുത്രനിരിക്കുന്നു, ദൂതന്മാര് കയറുന്നു ഇറങ്ങുന്നു. ഇതുവരെ ആര് കണ്ടിട്ടില്ലാത്ത ഒരു സ്വർഗീയ ദർശനത്തിന്റെ കലവറ ഇന്ന് രാവിലെ നിനക്ക് വേണ്ടി ദൈവം തുറക്കുക. വിശ്വസിക്കുന്നവരെ ആരാധിക്കാവുള്ളൂ. പഴയ നിയമത്തിന്റെ പഴയ കഥ പറഞ്ഞു പോകാനല്ല, പുതിയ നിയമത്തിന്റെ ഒരു ദർശനം നിനക്ക് കൈമാറുകയാ. ഹല്ലേലൂയ. ഓ വിശ്വസിക്കുന്നവർ, നിന്റെ കൂടാരത്തിൽ ദൈവം ഇറങ്ങുമെന്ന്. ഹല്ലേലൂയ. ഓ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒറ്റപ്പെട്ടു പോയ നസ്രത്ത് എന്ന ഗ്രാമത്തിൽ ഈ ജനിച്ച മറിയ പറഞ്ഞൊരു വാക്കുണ്ട്. 1:48. ലൂക്കോസ് 1:20. ഇന്നു മുതൽ എല്ലാ തലമുറകളും എവിടുന്ന ഒരു നന്മയും വരത്തില്ലെന്ന് പറഞ്ഞിടത്തെ കൂടാരത്തിൽ ചുണ്ണാമ്പ് കല്ലുകൊണ്ട് തല്ലിക്കൂട്ടി ഉണ്ടാക്കിയ പെരയ്ക്കകത്ത് പ്രൈസ് ദി ലോർഡ് ഒരു സഹോദരി പറയുകയാണ്, ഇന്നു മുതൽ ഒരു തലമുറയല്ല, ഇനി ഉലകത്തിലുണ്ടാകുന്ന മുഴുവൻ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും. ഒരു സ്തോത്രം പറയണം.
നസ്രത്തിൽ നിന്ന് ഒരു നന്മയും വരത്തിനും ലോകം വിധി പറഞ്ഞിടത്ത് ഒരു കുടുംബം ഭാഗ്യമേറിയ ഭവനമായി മാറിയെങ്കിൽ ഇന്ന് രാവിലെ ഒന്ന് വിശ്വസിച്ച് ദൂതൊന്ന് ഏറ്റെടുത്തേ. ദൈവത്തിന്റെ പേരിൽ നിന്റെ കൂടാരത്തിൽ നന്മ വെളിപ്പെടാൻ പോകുകയാ. നീ പഴഞ്ചൊല്ലും പറഞ്ഞിരിക്കല്ലേ, പച്ചമുന്തിരിങ്ങ അപ്പം തിന്ന പിള്ളേരുടെ പല്ല് പുളിക്കുമെന്നും പറഞ്ഞിരിക്കരുത്, യഥാ മാതാ തഥാ പുത്രി എന്നും പറഞ്ഞിരിക്കരുത്. ഇന്ന് പറഞ്ഞ് ഒന്ന് വിശ്വസിച്ചേ. ഭാഗ്യവതി എന്ന എണ്ണത്തക്ക നിലകളിൽ ദൈവത്തിന്റെ വിടുതൽ നിന്റെ കൂടാരത്തിൽ വെളിപ്പെടുമെന്ന്. ഹല്ലേലൂയ. ഇതൊരു പ്രവചന നിവൃത്തിയാ. യെശയ്യാവ് 11:1 ഒരു കാര്യം പറഞ്ഞായിരുന്നു. യെശയ്യാവ് 11:1 മക്കളെ എടുത്തടാ. ഈശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും, അവന്റെ വേരിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും, അവന്റെ മേലെ യഹോവയുടെ ആത്മാവുണ്ട്. വ്യാഖ്യാനിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ വേഗം നിർത്താൻ പോകാം. കർത്താവിൻ്റെ ദാസനുണ്ടല്ലോ, ഒന്ന് ശ്രദ്ധിച്ചേ. എവിടെയാണ് ദാവീദ് കൊട്ടാരം പണിതത്? സിയോൻ കോട്ടയെ അവൻ പിടിച്ചെടുത്തു. അവിടെ അവൻ കൊട്ടാരം പണിതു, അതിന് ചുറ്റും അവൻ മതിൽ പണിതു. പക്ഷേ യേശു ജനിച്ചത് അവിടെയല്ല. യേശു ജനിച്ചത് അവിടെ, വളർന്നത് അവിടെയല്ല. യേശു പറഞ്ഞ ശാപഗ്രസ്തമെന്ന് പറഞ്ഞ മനുഷ്യൻ പഴഞ്ചൊല്ലാക്കി മാറ്റിയിടത്ത് വളർന്നിട്ട് ആ പട്ടണത്തിൽ നിന്ന് ഫലം കായ്ച്ചു. മുള പൊട്ടിപ്പുറപ്പെട്ടത് ഈശായുടെ കുറ്റിന്നാണ്, പക്ഷെ ഫലം കായ്ച്ചത് നസ്രത്തിലാണ്. പ്രൈസലോ. നിങ്ങൾ ആ വാക്കൊന്ന് ശ്രദ്ധിച്ച് വായിച്ച ഒരു ദൂത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈശായുടെ കുറ്റിയിൽ നിന്നൊരു മുള പൊട്ടിപ്പുറപ്പെടും. അവിടെ പൊട്ടിയിട്ട് അവിടെ നിൽക്കുകയല്ല, പൊട്ടിപ്പുറപ്പെടും. അവന്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും. ഇന്ന് രാവിലെ നിന്റെ തലമുറയിൽ നിന്ന് ഒരെണ്ണം ഫലം കായ്ക്കുമെന്ന്. ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ പറയുന്നു, നീ നൊന്ത് പ്രസവിച്ച, നീ പാലൂട്ടി വളർത്തിയ ഒരു തലമുറയിൽ നിന്ന് ഇന്ന് പകൽക്കാലം ഒരു ഫലം പുറപ്പെടുമെന്ന് എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറുണ്ട്? ഹല്ലേലൂയ. ആ സിയോനിൽ ദൈവത്തിന്റെ പർവ്വതത്തിൽ, ദൈവം വസിക്കുന്ന പർവ്വതത്തിൽ പാർക്കുന്നവന്റെ കൂടാരത്തിൽ ചില ഫലങ്ങൾ, തലമുറയിൽ ഫലങ്ങൾ. എന്നോട് ഇന്ന് രാവിലെ ദൈവം പറഞ്ഞ ചില തലമുറകളിൽ ഇപ്പോൾ പരീക്ഷയ്ക്ക് പഠിക്കുന്നില്ല, ഇപ്പോൾ ഉറക്കം തീരുന്നില്ല, ഇപ്പോൾ ബുദ്ധി പ്രകാശിക്കുന്നില്ല, ഇപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല, ഇപ്പോൾ എഴുതിയിട്ട് വന്ന എല്ലാത്തിനും 0. പക്ഷെ സ്വർഗം പറയുന്നു, ഇന്ന് പകൽ നിന്റെ വേരിൽ നിന്ന് പുറപ്പെട്ട ഒന്നിൽ നിന്ന് ഫലം ഉളവാകുന്നത് പോലെ ദൈവത്തിന്റെ കരുതലേറിയ ഒരു പ്രവൃത്തി തലമുറയിൽ വെളിപ്പെടാൻ പോകുകയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ മാത്രമേ ആരാധിക്കാവുള്ളൂ. പുരാതനമായ ചില ശൂന്യതകളെ യെശയ്യാവ് 61 പറഞ്ഞതുപോലെ ചില പുരാതനമായ ശൂന്യതകളെ ഇന്ന് പകൽ ദൈവം പണിയാൻ പോകുകയാ. നിന്റെ വീട്ടിൽ തലമുറ ജനിക്കുന്നില്ലേ? നിന്റെ മക്കൾക്ക് തലമുറ ജനിക്കുന്നില്ലേ? നിന്റെ കുഞ്ഞിന്റെ വിവാഹം നടക്കുന്നില്ലേ? നിനക്ക് വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകുന്നില്ലേ? ഇന്ന് പകൽ നീ ഒന്ന് വിശ്വസിച്ചേ. നസ്രത്തിൽ നിന്ന് നന്മയുടെ ഫലം തലമുറയിലൂടെ ദൈവം വെളിപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം ആ കരം രണ്ടും ഒന്ന് ചേർത്തടിച്ച് ഒരു നിമിഷം ദൈവത്തെ ആരാധിച്ച് ചില പുരാതനമായ ശൂന്യതകളെ ദൈവം പണിയുകയോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മുഖം ഒന്നേക്കാമോ? ഒരു ചരിത്രകാരൻ പറഞ്ഞത് ഈ യേശുവിൻ്റെ മെയിൻ പരിപാടി ഈ കൃഷിസ്ഥലമായിരുന്നുകൊണ്ട് നുഖങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. എന്തുവാണ് നുഖങ്ങൾ. അന്നത്തെ കാലത്തെ നുഖങ്ങളൊക്കെ വലിയ പരിപരുത്ത നുഖങ്ങളായിരുന്നു. പക്ഷേ യേശു ഉണ്ടാക്കിയ നുഖം വാങ്ങാൻ ദൂരെ നിന്നെല്ലാം ആൾ വരുമായിരുന്നെന്നാണ് പറയുന്നത്. യോസഫിൻ്റെ കൂടെ ഇരുന്നുകൊണ്ട് വളരെ മിനുസമുള്ള നല്ല കഴുത്തെ വെച്ചാൽ പരിപരിപ്പില്ലാത്ത നല്ല നുഖങ്ങളുണ്ടാക്കി. എന്നിട്ട് യേശു പറഞ്ഞത് 11-ാം അധ്യായത്തിൻ്റെ 28 മുതൽ വായിക്കുമ്പോൾ, എൻ്റെ നുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസമുണ്ടാകും.
എൻ്റെ നുകം, ഇത് യാദൃശ്യമായി പറഞ്ഞതല്ല, യാഥാർത്ഥ്യമായി പറഞ്ഞതാ. ആ നുകം വാങ്ങുന്നവരോട് ദൂത് പറഞ്ഞു വിട്ട, എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. ഇന്ന് രാവിലെ കഴുത്ത് ഉയർത്താൻ കഴിയാതെ നുകം വെച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, മുതുകത്തൊരു വലിയ ചുമടുമുണ്ടെങ്കിൽ, യേശുവിനോട് നീ പറ, ആ നുകത്തെ മൃദുവാക്കി, ആ ചുമടിനെ ലഘുവാക്കി നിന്റെ കുടുംബത്തിൽ ആശ്വാസം പകരുവാൻ യേശു ഇന്ന് രാവിലെ ഇവിടെ ഉണ്ട്. അവൻ്റെ പേര് നസറേത്തിലെ യേശു എന്ന. എത്ര പേര് ആ നാമം ഒന്ന് ഉച്ചരിക്കും? ഒരാവശ്യം പറയുമ്പോൾ നീ പറയണം, നസറേത്തിലെ യേശു പരിഹാരകന മോനെ. എൻ്റെ വീട്ടിൽ നസറേത്തിലെ യേശു ഉള്ളിടത്തോളം എനിക്കൊന്നിനും ഭാരമില്ല. അവൻ്റെ നുകം മൃദുവാ, അവൻ്റെ ചുമട് ലഘുവാ എന്നൊന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അല്ലെങ്കിൽ ഭാരം ചുമക്കുന്ന ആരോടൊക്കെയോ ദൈവത്തിൻ്റെ ആത്മാവ് രാവിലെ സംസാരിക്കുന്നു. ആ നുകം ദൈവം മൃദുവാക്കാൻ പോകുകയാ, ആ ചുമട് ദൈവം ലഘുവാക്കാൻ പോകുകയാ. നിന്റെ വീട്ടിലെ പഴഞ്ചൊല്ല് മാറാൻ പോകുകയാ. ഈ ഗതികേട് മാറത്തില്ലെന്ന് ലോകം വിധി പറഞ്ഞ ചില കൂടാരത്തിനകത്തെ പഴഞ്ചൊല്ലുകളെ ദൈവം മാറ്റുക. വിശ്വസിക്കുന്നവർ മാത്രമേ ഇന്ന് രാവിലെ ദൈവത്തെ ആരാധിക്കാവുള്ളൂ. ചില പഴഞ്ചൊല്ലുകളെ ദൈവം മാറ്റുകയാ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവാലോചന കൈക്കൊള്ളാൻ നീ തയ്യാറായ, ദൈവമുഖത്തേക്ക് നോക്കാൻ നീ തയ്യാറായ, ആലയത്തിൽ വന്ന മുഴുവൻ പേരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞതുപോലെ ഇന്ന് രാവിലെ മറ്റൊന്നിൽ ശ്രദ്ധ വെക്കാതെ നീ രാവിലെ ദൈവത്തെ ഒന്ന് നോക്കി, യേശുവിൻ്റെ മുഖത്ത് നോക്കി. അവൻ്റെ മുഖത്ത് നോക്കിയവരാരും ഇന്നുവരെ ലജ്ജിച്ചു പോയിട്ടില്ല. അവരുടെ മുഖം പ്രകാശമായി തീർന്നെങ്കിൽ ഇന്ന് രാവിലെ ആ ദൈവമുഖത്തേക്കൊന്ന് നോക്കിക്കേ. ഹല്ലേലൂയ. കഴിഞ്ഞ വെള്ളിയാഴ്ച ദൈവാത്മാവ് തൻ്റെ ദാസനെ കൂടി ഇടപെട്ടല്ലോ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖമോ ലജ്ജിച്ചു പോലെ. പട്ടണത്തിൽ നീ ലജ്ജിക്കപ്പെടത്തില്ല, വീട്ടിൽ നീ ലജ്ജിക്കപ്പെടത്തില്ല, സ്വന്തക്കാരുടെയും ചാർച്ചക്കാരുടെയും നടുവിൽ നീ ലജ്ജിക്കപ്പെടത്തില്ല. ചില ലജ്ജാകരമായ ഭാരമേറിയ വിഷയങ്ങൾക്ക് ഇന്ന് പകൽ ദൈവം മറുപടി തരാൻ പോകുകയാ. ഒരു നിമിഷം എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ. ഫലം കായ്ക്കുന്ന തലമുറ, അങ്ങനെ പറയുന്നു. ഫലം കായ്ക്കുന്ന തലമുറ, ഫലം കായ്ക്കുന്ന നിന്റെ കുറ്റിയിൽ നിന്ന്, നിന്റെ വേരിൽ നിന്ന് ഫലമുളവാക്കുന്ന ഒരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. നിന്നെ നോക്കി പറഞ്ഞതിന് ഇന്ന് പകൽക്കാലം ഒരു പരിഹാരം ദൈവം തരാൻ പോകുകയാ. ഓ ഹല്ലേലൂയ. പരിശുദ്ധ കർത്താവേ, അങ്ങനെ വിലപ്പെട്ട മക്കളെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് ആവർത്തിച്ച് ചോദിക്കുന്നവരുടെ മുമ്പിൽ നീ ഇനിയും ഇതിലും വലിയത് കാണുമെന്ന് നഥനയേലിനോട് പറഞ്ഞതുപോലെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില നന്മകൾ, ഇതുവരെ പ്രാപിച്ചിട്ടില്ലാത്ത ചില അനുഗ്രഹങ്ങൾ, ഇതുവരെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്ത ചില വിടുതലുകൾ ഓരോ കുടുംബത്തിലും ഇന്ന് പകൽക്കാലം വെളിപ്പെടട്ടെ. ഈ 3-ാം മാസത്തിൻ്റെ ആദ്യ ഞായറാഴ്ച ഞങ്ങൾ ഒരുമിച്ചത് വിശ്വസിക്കുന്നു. അതങ്ങനെ സംഭവിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ. വലിയ ചില ദൈവപ്രവൃത്തികൾ, വലിയ ചില ദൈവിക കാര്യങ്ങൾ ഓരോ കുടുംബത്തിലും വെളിപ്പെടട്ടെ. നിന്റെ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. പരമപിതാവേ, ഏറെ അനുഗ്രഹിതമായ നല്ല പകലിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിനങ്ങൾ മുഴുവൻ ഞങ്ങളെ അത്ഭുതകരമായി പരിപാലിച്ചു. അത്യുഷ്ണത്താൽ വരണ്ട ഞങ്ങളുടെ ദേശത്തെ 2 ദിവസമായി ഞങ്ങൾക്ക് ആവശ്യമായ മഴ തന്നു. ഞങ്ങളെ സഹായിച്ച ദൈവകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ പ്രാണനെ ഹാനി വരാതെ, ഞങ്ങളുടെ കണ്ണുകൾ കണ്ണുനീരിൽ അകപ്പെടാതെ, ഞങ്ങളുടെ കാലുകൾ വീഴ്ചയിൽ അകപ്പെടാതെ, ഞങ്ങളുടെ കൂടാരങ്ങളിൽ സമാധാനവും സന്തോഷവും തന്ന് ഞങ്ങൾ ഒന്നുപോലും കുറഞ്ഞു പോകാതെ ഇന്ന് പകൽക്കാലം ഒരു പകലൂടെ ദൈവത്തെ ആരാധിക്കത്തക്ക നിലയിൽ ഞങ്ങളെ കൂട്ടിവരിച്ച ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ കൃപ ഇന്ന് രാവിലെ എല്ലാവരുടെ മേൽ ചൊരിയട്ടെ. ആഴമായ അഭിഷേകത്താൽ എല്ലാവരും നിറയപ്പെടട്ടെ. നല്ല പാട്ടുകൾ പാടി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആരാധിപ്പാൻ പാട്ടുകൾ ലീഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങളുടെ മേൽ പ്രത്യേക കൃപ ചൊരിയണമേ കർത്താവേ.
കൂടെ പാടുന്ന കുഞ്ഞുങ്ങളെയും ദൈവമക്കളെയും ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. അനേകരെ ലൈവിൽ ഞങ്ങളുടെ ആരാധന ശ്രദ്ധിക്കുന്നല്ലോ. അവർക്കെല്ലാം ഈ ആരാധന ഒരു അനുഗ്രഹമായി തീരുവാൻ, വലിയ വിടുതലായി തീരുവാൻ, അവരോട് ദൈവത്തിൻ്റെ ആത്മാവ് ഹൃദ്യമായി ഇടപെടുവാൻ എല്ലാം എൻ്റെ ദൈവം സഹായിക്കേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സകല എതിരുകളുടെ മേൽ ഞങ്ങൾ ഒരുമിച്ച് ജയമെടുക്കുന്നു. എല്ലാ വെല്ലുവിളികളെയും ഞങ്ങൾ ഒരുമിച്ച് സാഹസിക്കുന്നു. ഞങ്ങളുടെ ആത്മീക മുന്നേറ്റങ്ങളെ തടയുന്ന എല്ലാ പൈശാചിക മണ്ഡലങ്ങളുടെ മേൽ ആത്മാവിൽ രാവിലെ ജയം കൽപ്പിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. സ്വർഗീയ ദൂതന്മാരുടെ കാവൽ ഞങ്ങൾ ഇരുത്തണമേ. ഞങ്ങളുടെ ആലയം, പാഴ്സനേജ്, ഓഡിറ്റോറിയം പരിസരങ്ങളെല്ലാം യഹോവയ്ക്ക് വിശുദ്ധമാകട്ടെ. വാഹനം ഓടിച്ചു വരുന്നവരെയും മടങ്ങിപ്പോകുന്നവരെയും സൂക്ഷിക്കണമേ. കർത്താവിൻ്റെ തിരുമേശ ഞങ്ങളുടെ മുമ്പിലുണ്ടല്ലോ. വളരെ ഭയത്തോടും പ്രത്യാശയോടും തിരുമേശയിൽ പങ്കാളികളാകുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നേ. കർത്താവേ, ഹല്ലേലൂയ. മനഭാരത്തോടെ വന്നവർ, ക്ഷീണിതരായി വന്നവർ, ബലഹീനരായി വന്നവർ, രോഗികളായി വന്നവരെല്ലാം കർത്താവ് ഇന്ന് പകൽക്കാലം സൗഖ്യമാക്കേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവിൻ്റെ ദാസനെ ഞങ്ങളുടെ മധ്യ അയച്ചല്ലോ. നിന്റെ മകനെ കുടുംബമായി രാവിലെ കാലം യേശു ക്രിസ്തുവിൻ്റെ നാമം ചൊല്ലി അനുഗ്രഹിച്ച് ഞങ്ങളെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, വലിയ കൃപയാൽ നിറച്ചാട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്ന ലൈവ്, ലൈറ്റ്, മൈക്ക്, ജനറേറ്റർ എല്ലാം യഹോവയ്ക്ക് വിശുദ്ധമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാദപീഠം ഞങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തുന്നു. മുഴുമകുത്വം അങ്ങെടുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ.